റാം നാരായൺ റാം. ഒരിക്കൽ അദ്ദേഹം വേശ്യമഹല്ലയിലായിരുന്നു താമസം. പാർവതി ചെന്നു കൊണ്ടുവരുമായിരിക്കും. വേശ്യമഹല്ല എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം വളരെ ആശ്വാസത്തോടെ താമസിച്ചിരുന്നു എന്ന് പറയാം. പാർവതി ആ സ്ത്രീകളോട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ എത്ര ഭാഗ്യശാലികളാണ്. ഫാക്ടോറിയൽ അദ്ദേഹത്തെ ഈ രൂപത്തിൽ കാണുവാൻ നിങ്ങൾക്ക് കഴിയുന്നു. നിങ്ങളുടെ മേൽ അദ്ദേഹത്തിൻ്റെ അതിയായ കൃപയുണ്ട്. നിങ്ങളെ കാണുമ്പോൾ ഞാൻ തന്നെ വിജയിനിയാണെന്ന് തോന്നുന്നു. യഥാർത്ഥ സതി ആരെങ്കിലുമുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ്. ഞാൻ സതി അല്ല. എനിക്ക് അസൂയ അറിയാം, ഭർത്താവിൽ സംശയം കാണാനും അറിയാം. പക്ഷേ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ അറിയാം. നിങ്ങൾ നിങ്ങളുടെ ആത്മാവും ശരീരവും സമർപ്പിച്ച് ദിവസേനയുള്ള കർമ്മങ്ങൾ ചെയ്ത ശേഷവും എളിമയോടും സത്യസങ്കല്പത്തോടും കൂടി എൻ്റെ ഭർത്താവിന് സേവനമർപ്പിക്കുന്നുവെന്ന് ഞാൻ കാണുന്നു. എൻ്റെ ഭർത്താവ് നിങ്ങളുടെ നൃത്തത്തിൽ നിന്നും നിങ്ങളുടെ ഗാനത്തിൽ നിന്നും നിങ്ങളുടെ കാഴ്ചയിൽ നിന്നുമാണ് സന്തോഷം കണ്ടെത്തുന്നത്. നിങ്ങളാണ് യഥാർത്ഥ ഭഗവതികൾ. പാർവതി ഈ വാക്കുകൾ ശിവനെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ഇടത്ത് വരുന്ന മഹത്തായ വ്യക്തികൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുകയുണ്ടായി. ഒരാള് പെൺകുട്ടിയെ കൂട്ടിരുത്തുകയായിരുന്നെങ്കിൽ അതിൻ്റെ പരിണിതഫലം ഒരു വലിയ അപകീർത്തിയാകും. അവർ എന്ത് പറഞ്ഞാലും ഈ കുറ്റത്തിൽ നിന്ന് ആരെയും മോചിപ്പിച്ചിട്ടില്ല.